മുസ്ലിം ഇബ്നു യസാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി താബിഇയാൻ ഒരു പില്ലറങ്ങട്ട് ഉസ്തുവാനത്ത് തന്നെ അന്നത്തെ പില്ലറാണ്. ഒരു പില്ലറങ്ങ് മറിഞ്ഞ് വീണിട്ട് ബിൽഡിംഗ് കൊളാപ്സ് ആയിരുന്നു പള്ളിൻ്റെ ഉള്ളിൽ. കുറേ ആൾക്കാർ ഇറങ്ങി ഓടിയിട്ടുണ്ട്. മഹാനവറുകൾ മാത്രം അത് അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇവർ കൂളായിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് സലാം വീട്ടി നോക്കുമ്പോൾ ഒരൊറ്റ കുട്ടി മഅ്മൂമില്ല. അപ്പോൾ നോക്കുമ്പോൾ എല്ലാം ഓടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആ വീഴ്ച പോലും അറിഞ്ഞിട്ടില്ല. അബൂ ഹനീഫ തങ്ങളെ സംബന്ധിച്ച് പറയേണ്ട ഒരു പള്ളിയുടെ ഒരു ജുസ് ഒന്നാകെ വീണുപോയിരുന്നു, മഹാനവർ അറിഞ്ഞിട്ടില്ല. മുസ്ലിം ഇബ്നു യസാർ തങ്ങൾ റഹ്മത്തുള്ളാഹി തആല അലൈഹി അതൊക്കെ ഭയങ്കരമായ ഹൈ ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആരിഫീങ്ങളുടെ നിസ്കാരത്തിലെ ഖുശൂവിനെ കുറിച്ച് ആലോചിച്ചാൽ, പടച്ചോനെ, ഈസ് ഇറ്റ് പോസിബിൾ ഇൻ ഹ്യൂമൻ കപ്പാസിറ്റി? എങ്ങനെ ഇതൊക്കെ ചെയ്തു? നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ നിസ്കാരമോ. അലി ഇബ്നു ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒളൂടുത്ത് വന്നു കഴിയുമ്പോൾ മുഖം കണ്ട് മഞ്ഞയാവുന്നു. അപ്പം എന്തേ നിങ്ങളിങ്ങനെ? അചദറൂന ബൈന യദൈ മൻ അഖൂം, ഞാൻ ആരുടെ മുമ്പിലാണ് എഴുന്നേറ്റ് നിൽക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയോ? അള്ളാൻ്റെ മുമ്പിലേക്കാണ്. പിന്നെ ഞാൻ പേടിക്കണ്ടേ എന്ന് പറഞ്ഞ സയ്യിദാണ്, തങ്ങളാണ് അലി ഇബ്നുൽ ഹുസൈൻ. അലിയാർ തങ്ങളുടെ മകൻ, ഹുസൈൻ എന്നവരുടെ മകൻ അലിയാർ തങ്ങൾ. അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. അള്ളാഹു നമുക്ക് ഖുശൂഅ നൽകട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു നമ്മുടെ നിസ്കാരം നന്നാക്കിയെടുക്കാൻ ഉപകാരപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മുടെ നിസ്കാരത്തിൽ വന്ന അപാകതകളും അശ്രദ്ധകളും അള്ളാഹു പുറത്തു തരികയും പരിഹരിക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.